ഹലോ ഗായ്സ്, 2025 ആയിട്ട് എൻ്റെ വെരി ഫസ്റ്റ് വ്ളോഗാണിത്. സോ ഇന്ന് ഞാനൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു സ്റ്റഡി വ്ളോഗ് ആണെങ്കിലും നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തോന്നും ഇത് സ്റ്റഡി വ്ളോഗാണോ അതോ വാട്ട് 18 മേഡേ ആണോ എന്ന് നിങ്ങൾ പലരും സംശയിക്കും. കാരണം ഇതിൽ കൂടുതൽ സ്റ്റഡി ചെയ്യുന്നതാണ് കാണിക്കേണ്ടതെങ്കിലും ഞാൻ ഈറ്റിംഗ് ആണ് കാണിക്കുന്നതെന്ന് എനിക്ക് വ്ളോഗ് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. സോ നിങ്ങൾ ചിന്തിക്കും രാവിലെ ഇതൊക്കെയാണോ കഴിക്കേണ്ടത്? ബട്ട് അല്ല, എനിക്കിന്ന് രാവിലെ അധികം വിശപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടും ഒക്കെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് സ്നാക്സ് എടുത്ത് കഴിച്ചു. അതാണ് അതിൻ്റെ സത്യം. പിന്നെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അത് കാരണം ഞാൻ 10 o'clock ഒക്കെ ആയപ്പോഴാണ് ഇത് കഴിക്കുന്നത്. ആൻഡ് ലഞ്ചിനുള്ള സമയമൊക്കെ ആകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് വെച്ചൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്കിനിയും കഴിക്കാനൊന്നും വയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് പഠിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. സോ പഠിത്തം ഇൻ ദ സെൻസ് ഞാൻ ന്യൂസ് പേപ്പർ റീഡിങ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കുറേ വ്ളോഗ്സായിട്ട് പറയുന്നുണ്ട്. സോ അതിൻ്റെ ഒരു സമ്മറി പ്രിപ്പറേഷനാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ December 18 തൊട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിൻ്റെ എഡിറ്റോറിയൽസാണ് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോ അന്ന് തൊട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് കിടക്കുവാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും ഇന്ന് തീർക്കാം, നാളെ തീർക്കാം, മറ്റന്നാൾ തീർക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ച് ഇതങ്ങ് മുന്നിലോട്ടങ്ങ് പോയി. അത് കാരണം ഇന്ന് ഒരു കോൺസെൻട്രേഷൻ കൊടുത്ത് അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചതാണ്. പിന്നെ ന്യൂ ഇയർ ഒക്കെ അല്ലേ, നമ്മൾ റെസൊല്യൂഷനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ അതിൽ വരുന്നതാണല്ലോ. അപ്പോൾ മടി പിടിക്കാതെ എല്ലാം ചെയ്യണം. അതുകൊണ്ട് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്ത് മൊത്തത്തിലങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ആവാത്തത് കൊണ്ട് ഞാൻ ആ കേക്കൊക്കെ തിന്നുമ്പോൾ എനിക്ക് രാവിലെ ആ മധുരം ഒരുപാട് കഴിച്ചപ്പോൾ വേറൊരു ഫീലിംഗ് വന്നുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രീൻ ടീ എടുത്ത് കുടിക്കുവാണ്. സോ എനിക്ക് രാവിലെ മധുരം കഴിക്കുമ്പോൾ ചില സമയത്ത് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാറില്ല, അതായത് എന്തോ പോലെയൊക്കെ തോന്നും. ഇപ്പോൾ ഞാൻ വ്ളോഗ്സൊക്കെ ഇടുമ്പോൾ എനിക്ക് കുറേയധികം കമൻസൊക്കെ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. സോ എല്ലാവർക്കും വളരെ വലിയൊരു താങ്ക്സ്. ഞാനിത്ര കമൻസ് ഒന്നും പ്രതീക്ഷിച്ചില്ല, കാരണം ഞാനൊരു സ്റ്റാർട്ടറല്ലേ. അപ്പോൾ നല്ല നല്ല കമൻസ് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ആൻഡ് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട് കമൻറ്റ് ചെയ്യുന്നതിന്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ഏത് ആപ്പാണ് വീഡിയോ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ സാധാരണ രീതിയിൽ തന്നെ ഇൻഷോട്ടിൽ സാധാരണ രീതിയിലാണ് എഡിറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസിൽ അങ്ങനെ ഞാൻ ഒന്നും ചെയ്യാറില്ല, ഫിൽറ്റേഴ്സ് കൊടുക്കാറില്ല, ഒന്നും കൊടുക്കാറില്ല. ഞാൻ സാധാരണ എടുക്കുന്ന വീഡിയോസ് എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് അത് കട്ട് ചെയ്യുക, അതാണ് മെയിൻ ചെയ്യുന്നത്. പിന്നെ വോയിസ് ഓവർ ചെയ്യുക, ഇത് രണ്ടുമാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ചെയ്യാറുള്ളത്. ആൻഡ് അത് ഇൻഷോട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ 10 o'clock ആയപ്പോഴാണ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് 1 o'clock ആയപ്പോഴത്തേനും എൻ്റെ ഇത് ഞാൻ ലഞ്ചിന് പോയി. അതുവരെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ലഞ്ച് ടൈം കഴിഞ്ഞു. ഞാൻ വീണ്ടും റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ ഒരു 3 o'clock ആയപ്പോഴാണ് എഴുതാൻ വേണ്ടി ഇരുന്നത്. ആൻഡ് 2 hours റെസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ വ്ളോഗ് എടുക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ബട്ട് എടുക്കാൻ പറ്റിയില്ല. ഓരോ കാരണം വന്ന് എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഞാൻ സ്റ്റഡി വ്ളോഗ് ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഏതെങ്കിലും വ്ളോഗിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റഡി ചെയ്യുന്ന കാണിക്കും എന്നല്ലാതെ ഞാൻ സ്റ്റഡി വ്ളോഗായിട്ട് ഒരെണ്ണം ചെയ്തിട്ടില്ല. സോ എനിക്കിപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്യാനും കിടക്കുന്നതുകൊണ്ട് അതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ്. ഈ ഒരു ദിവസം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുവാണ്. ആൻഡ് വേറെ ഒരു പരിപാടിക്കും പോകുന്നില്ല. ആകെ കഴിക്കാൻ വേണ്ടി മാത്രം കുറച്ച് സമയം മാറ്റി വയ്ക്കും. ആൻഡ് ബാക്കി ഫുൾ ടൈം ഞാൻ സ്റ്റഡി ചെയ്യുവാണ്. അങ്ങനെ 4 o'clock ടൈമായി, ടീ ടൈമാണ്. സോ ഞാൻ സ്നാക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സോ ഇത് അരിയുണ്ട, അമ്മ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത അരിയുണ്ടയാണ്. നല്ല ടേസ്റ്റി അരിയുണ്ടയായിരുന്നു. സോ ബൂസ്റ്റും അരിയുണ്ടയുമാണ് ഇന്ന് ഞാൻ സ്നാക്ക് ടൈമിൽ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം എഴുതി എനിക്ക് കുറച്ച് മടുപ്പ് തോന്നി. ഇത്രയും സമയം എഴുതിയതല്ലേ, അത് കാരണം ഞാൻ കുറച്ച് യൂട്യൂബിൽ എന്തെങ്കിലും കാർട്ടൂൺസോ വീഡിയോസ് എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ച് അത് ചെയ്യുവാണ്. പിന്നെ സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ എഴുതിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് കുളിക്കാൻ പോയി.
ഒരു 5 o'clock ആയപ്പോഴത്തേനും ഞാൻ കുളിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വൈകുന്നേരമായി, രാത്രിയായി. ആൻഡ് എഴുതാൻ വേണ്ടി തിരിച്ച് 7 ആയപ്പോഴത്തേനും വന്ന് ഇരിക്കുവാണ്. അങ്ങനെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 7:11 ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ എഴുതാനിരുന്നു ആൻഡ് റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഒരു 8 o'clock ആയപ്പോഴത്തേനും 8:20 ഒക്കെ ആ സമയമായപ്പോഴത്തേനും ഞാൻ എല്ലാം ടോട്ടലി കംപ്ലീറ്റ് ആക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ട്, മൊത്തം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഡെയിലി എഴുതാനുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഈ ദിവസം വരെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഞാൻ ഈ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത് 5th സോ 5-ാം തീയതി വരെയുള്ള എല്ലാ ന്യൂസ് പേപ്പേഴ്സും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാനൊന്നും കഴിച്ചില്ല. സോ അതുകൊണ്ട് ഞാൻ വാട്ടർമെലൺ ജ്യൂസ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതും കുടിച്ച് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് എഴുതുവാണ്. ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് അന്നന്ന് എഴുതുമായിരുന്നു എങ്കിൽ എനിക്ക് ഇത്രയും വലിയ പണി വരില്ലായിരുന്നു. ആൻഡ് ഞാനത് ചെയ്തില്ല. ആൻഡ് ആക്ച്വലി ഞാൻ ന്യൂസ് പേപ്പേഴ്സ് എല്ലാ ദിവസവും വായിക്കും, ബട്ട് സമ്മറി എഴുതാൻ വിട്ടുപോയതാണ്. സോ അത് കാരണം വിട്ടുപോയത് ഇൻ ദ സെൻസ് എനിക്ക് മടി. സോ മടി കാരണം എഴുതിയില്ല. ഇനി തൊട്ടെങ്കിലും കറക്റ്റായിട്ട് എഴുതണമെന്നുണ്ട്. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞില്ലേ. സോ എല്ലാ വ്ളോഗിലും ഞാൻ പറയുന്ന പോലെ തന്നെ ന്യൂ ഇയർ കഴിഞ്ഞു, റെസൊല്യൂഷനൊക്കെ എഴുതി. സോ നമ്മളത് അവിടെ മാറ്റി വയ്ക്കാതെ അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇനിയും തൊട്ട് ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് ഡെയിലി എഴുതും. ആൻഡ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ദിവസം ഫുള്ള് ഞാൻ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഡെയിലി ചെയ്യുക. ആൻഡ് പിന്നെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ വർക്ക് ലോഡായിട്ട് വരും. ഇന്നത്തെ ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയമൊക്കെ കിട്ടിയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോഴുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ. സോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു എങ്കിലും ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ വർക്ക്സും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും എല്ലാ ഡെയിലി ചെയ്യാനുള്ളത് അന്നന്ന് ചെയ്ത് വർക്ക് ലോഡ് ഇല്ലാതെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. അത് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഞാൻ ന്യൂസ് പേപ്പർ സമ്മറി പ്രിപ്പറേഷൻ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി എനിക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. 8:20 ആയിട്ടുണ്ട് ടൈം, കണ്ടല്ലോ. അപ്പോൾ 8:20 ആയപ്പോഴത്തേനും ഞാൻ കംപ്ലീറ്റ്ലി വർക്ക് ഫിനിഷ് ചെയ്ത് ആകെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. എനിക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ട് ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട്. കാരണം ഞാനിത് കുറേ നാളായിട്ട് ഇങ്ങനെ പെൻഡിങ് വെച്ചത് കൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. എൻ്റെ ഈ കുഞ്ഞ് സ്റ്റഡി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.